ഹായ്, ഞാനൊരു 30 കിലോ റംബൂട്ടാൻ സെയിൽ ചെയ്തു. ആ കഥ ഒന്ന് പറയട്ടെ. അതായത് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാനും ഫാമിലിയും വൈഫ് ഹൗസിലേക്ക് വന്നു. കുറേ യാത്രയൊക്കെ ചെയ്ത് വൈഫ് ഹൗസിലേക്ക് വന്നു. അച്ഛൻ വിളിച്ചു പറഞ്ഞു, നമുക്ക് കുറച്ച് റംബൂട്ടാനൊക്കെ പറിക്കാണ്ട് പിള്ളേരെയും കൂട്ടി വരാൻ പറഞ്ഞു. നേരെ നമ്മൾ കോഴിക്കോട് നിരിഞ്ഞാലക്കൂടേക്ക് വണ്ടിയൊക്കെ എടുത്ത് വന്നു. രസമല്ല. അങ്ങനെ മരത്തിലൊക്കെ കയറി പറിച്ചു. ഒരു 15 കിലോയോളം റംബൂട്ടാൻ പറിച്ചു. അപ്പോൾ അച്ഛനമ്മ ഇന്ന് ടൂറ് പോയതുകൊണ്ട് തന്നെ പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ പുറത്ത് കൊടുക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ വിചാരിച്ച ഷോപ്പിൽ അവർ വിളിച്ചു പറഞ്ഞു, അയ്യോ വേണ്ട ഗോപേട്ട, നമുക്ക് അത്യാവശ്യം ഓൾറെഡി ഇവിടെ ഇരിക്കുന്നുണ്ട് ഫ്രൂട്ട് ഷോപ്പിൽ, ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ചോദിച്ചു ഇപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വിറ്റ് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ റംബൂട്ടാനാണല്ലോ, അപ്പോൾ എനിക്കെന്ത് റംബൂട്ടാനാണ്. അപ്പോൾ ഞാൻ എന്ത് നേരെ കോഴിക്കോട് ഷോപ്പിൽ വിളിച്ച് മാർക്കറ്റ് റേറ്റ് എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് NIT ആണോ ചോദിച്ചു. അപ്പോൾ എനിക്കെന്ത് NIT ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു NIT ആണ് IIT ആണെന്ന്. എനിക്ക് ആകെ അറിയുന്ന NIT കോളേജ് NIT ആണ്. അപ്പോൾ വൈഫ് ഇതൊക്കെ കളിയാക്കി, NIT അല്ല N18 ആണ്. റംബൂട്ടാൻ ഇങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ റംബൂട്ടാൻ്റെ കൃഷി ചെയ്യുന്ന ആളല്ലല്ലോ. അപ്പോൾ ഞാനിത് പറയണത് എന്തിനാണെന്ന് പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷനൊക്കെ പഠിക്കുക, അത് വലിയ സംഭവമൊന്നുമല്ല. അതിപ്പോൾ നമ്മൾ ജസ്റ്റ് വായിച്ച് പഠിച്ചാൽ മാത്രം മതി. പക്ഷേ ഞാനത് വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ എൻ്റെ BNIക്കാരുടെ ഞങ്ങളുടെ ലോറിയേറ്റ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അതിലേക്ക് ഞാൻ ജസ്റ്റ് ഇട്ടു. നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ ഇട്ടു. നല്ല ഹെൽത്തി ആയിട്ടുള്ള നന്നായിട്ട് മധുരമുള്ള റംബൂട്ടാൻ ഉണ്ട്, കോഴിക്കോട് നീ വരികയാണ്, ഇത്രയാണ് മാർക്കറ്റ് റേറ്റ്, ഞാൻ ഇത്ര രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. 5-10 മിനിറ്റ് കൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. 5-10 മിനിറ്റ് കൊണ്ട് 15 കിലോ റംബൂട്ടാൻ ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം 27 കിലോൻ്റെ ഓർഡർ വന്നു. 15 കിലോ അത് ഓൾറെഡി ഓർഡറായി. അതിൻ്റെ കൂടെ 12 കിലോ വീണ്ടും ഞങ്ങൾ കയറി പറിച്ചു. 27 കിലോ. ഇപ്പോൾ ഒരു 10 കിലോ ഞാൻ എക്സ്ട്രാ വീണ്ടും എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് വൈകുന്നേരം എത്തുമ്പോഴേക്കും ഒരു 5-10 കിലോ കൂടുതലായിട്ട് എന്തെങ്കിലും പോകും. അപ്പോൾ മിനിമം ഒരു 30 കിലോ റംബൂട്ടാൻ ഓർഡർ ചെയ്തു. അപ്പോൾ റംബൂട്ടാൻ്റെ സ്പെസിഫിക്കേഷൻ അറിയാത്ത N18 അറിയാത്ത ഞാൻ വിറ്റതൊരൊറ്റ കാര്യമുള്ളൂ. എപ്പോഴും സെയിൽസിൽ പറയുന്നത് പോലെ തന്നെ ഒരു സാധനം വിൽക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ക്ലയൻറ്റ് സർക്കിൾ നമ്മൾ ബിൽഡ് ചെയ്യണം. ആ ട്രസ്റ്റിലൂടെ മാത്രമേ ഏതൊരു പ്രൊഡക്റ്റ് ഒരു ക്ലയൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴും ആദ്യം ആ ക്ലയൻറ്റ് വിശ്വസിക്കുന്നത് ആ പ്രൊഡക്റ്റിനെയല്ല, ആ വിൽക്കുന്ന വ്യക്തിയാണ് ആ ക്ലയൻറ്റ് വിശ്വസിക്കുന്നത്. സോ ട്രസ്റ്റ് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ആ ട്രസ്റ്റഡ് കമ്മ്യൂണിറ്റിയിലിട്ടപ്പോൾ 5-10 മിനിറ്റ് കൊണ്ട് 27 കിലോ ഓർഡർ വന്നിട്ടുണ്ട്. സോ കോൺഫിഡൻസ് കൊണ്ടും ട്രസ്റ്റ് കൊണ്ടും ഇന്ന് 27 കിലോ ആണ് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഞാൻ എൻ്റെ കച്ചവടം ഫാമിങ്ങോ കൃഷിയോ ഒന്നുമല്ല. നമ്മൾ സെയിൽസിൻ്റെ ബേസിക് പഠിച്ചാൽ നമുക്ക് ഏത് പ്രൊഡക്റ്റും സർവീസ് നമുക്ക് വിൽക്കാൻ പറ്റും. സെയിൽസ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഹരമാണ്, അത് രസമാണ്. താങ്ക് യു സോ മച്ച്.